നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കിയാലോ? അതും വഴുതനങ്ങ കൊണ്ട്. വഴുതനങ്ങ കൂട്ടാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും. വഴുതനങ്ങയാണെന്ന് മനസ്സിലാവുകയില്ല. അങ്ങനെ ഒരു പച്ചടിയാണേ. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ? ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞ് കഴുകി വാരിയതാണ്. കറിയൊക്കെ കളഞ്ഞ് വഴുതനങ്ങ ഇട്ട് കൊടുത്തു. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാൻ, ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ അവിടുന്ന് വെന്തോളും. പിന്നെ വഴുതനങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. പച്ചടിക്ക് എപ്പോഴും പച്ചത്തേങ്ങ വേണ്ട. പച്ചത്തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനത്തെ തേങ്ങ പുളിയെടുത്തതാണ്. ഉണങ്ങിയിട്ടൊന്നുമില്ല, വെള്ളം വറ്റിയെന്നേ ഉള്ളൂ. പിന്നെ പച്ചടി ഉണ്ടാക്കുമ്പം ഇഞ്ചി ചേർക്കണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും പച്ചടിയിൽ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചിലവർ ജീരകം ചേർക്കും. പിന്നെ അരപ്പ് ചൂടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കണ്ണൂരുകാരുടെ പച്ചടി ഇങ്ങനെയാണ്. ഞങ്ങൾ ജീരകം ചേർക്കില്ല, കടുക് ചേർത്തരക്കും. കടുക് ക്രഷ് ചെയ്തെടുക്കും. പിന്നെ അരപ്പ് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വെന്ത കഷ്ണത്തിലേക്ക് അരപ്പ് ഒഴിച്ച് തൈര് ഒഴിച്ച് മിക്സ് ചെയ്ത് വറവിടുക ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ. നമ്മുടെ രീതി ഇങ്ങനെയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കണേ. അപ്പോൾ അരപ്പൊഴിച്ചു, തൈര് ഒഴിച്ചു, എല്ലാം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുത്തു. വെന്ത കഷ്ണത്തിലേക്ക് അരപ്പൊഴിക്കുന്നു, തൈരൊഴിക്കുന്നു, ഉപ്പ് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്തു. പിന്നെ വറവും കൂടി ഇട്ട കടുക്, ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് വറവിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറന്നുപോലെ. താങ്ക് യു.